വീട്ടിൽ പട്ടി, പൂച്ച പോലെയുള്ള പെറ്റുകളെ വളർത്തുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും. എന്നാൽ ഒരു ദിവസം നിങ്ങളുടെ പെറ്റ് നിങ്ങളെ ആക്രമിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലുന്നതോ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. എൻ്റെ പെറ്റ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നല്ലേ നിങ്ങളുടെ ഉത്തരം. എന്നാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ അത് മാറ്റി പറഞ്ഞേക്കാം. സ്വന്തം യജമാനന്മാരെ ആക്രമിക്കുകയും എന്തിനേറെ പറയണം കൊന്ന് ഭക്ഷണമാക്കുകയും വരെ ചെയ്തിട്ടുള്ള ചില റിയൽ ലൈഫ് ഇൻസിഡന്റുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ സംഭവം സെർജി ഗ്രിഗോറിയേവിൻ്റെതാണ്. 2018 ഡിസംബറിലാണ് ഈ സംഭവം നടക്കുന്നത്. റഷ്യയിലെ ഓസർസ്ക് എന്ന ചെറിയ ടൗണിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന 41 വയസ്സുകാരനായ ഒരാളായിരുന്നു സെർജി ഗ്രിഗോറിയേവ്. കാടിനെ അറിഞ്ഞു വളർന്ന അദ്ദേഹത്തിന്റെ ജോലി വേട്ടയാടലും മരം മുറിക്കലും മറ്റുമായിരുന്നു. അദ്ദേഹത്തിന്റെ 2 വിശ്വസ്തരായ നായ്ക്കളും എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്നു. എന്നാൽ ഇതിലെല്ലാം വ്യത്യസ്തനായി അദ്ദേഹത്തിന് വിചിത്രമായ ഒരു വളർത്തുമൃഗം കൂടെയുണ്ടായിരുന്നു. ഗ്രംബ്ലർ എന്നു പേരുള്ള വലിയൊരു തവിട്ട് കരടി അഥവാ ബ്രൗൺ ബെയർ ആയിരുന്നു അത്. 4 വർഷം മുൻപ് തള്ളക്കരടി കൊല്ലപ്പെട്ട് അനാഥനായ കുഞ്ഞായിരിക്കുമ്പോഴാണ് സെർജി ഇതിനെ എടുത്ത് വളർത്താൻ കൊണ്ടുവന്നത്. കൂടെയുണ്ടായിരുന്ന മറ്റൊരു കുഞ്ഞിനെ മറ്റൊരാൾ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. സെർജി അതിനെ സ്വന്തം സ്ഥലത്ത് തന്നെ വളർത്താൻ തീരുമാനിച്ചു. ആദ്യമൊക്കെ ഗ്രംബ്ലർ സെർജിയുടെ ഫാമിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ വളരുകയായിരുന്നു. എന്നാൽ അത് വലുതായതോടെ അതിൻ്റെ ശക്തിയും കാട്ടു സ്വഭാവവും കൂടി വരികയായിരുന്നു. ഒരിക്കൽ അത് സെർജിയുടെ ഒരു നായയെ പരിക്കേൽപ്പിച്ചു. ഇതിനുശേഷം സെർജി അതിനെ കമ്പി കൊണ്ടുണ്ടാക്കിയ ഒരു കൂട്ടിൽ അടച്ചുപൂട്ടുകയായിരുന്നു. എങ്കിലും ഈ കരടി തന്നെ ഒരിക്കലും ഉപദ്രവിക്കില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരു ദിവസം അയൽക്കാരൻ വന്നപ്പോൾ കരടിയുടെ സ്വഭാവത്തിൽ എന്തോ മാറ്റം തോന്നിയിരുന്നു. തൊട്ടടുത്ത ദിവസം കരടി കൂട്ടിൽ നിന്ന് പുറത്തു കടക്കുകയും അത് സെർജിയെ ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ആ കരടി സെർജിയെ കൊല്ലുകയും ശരീരഭാഗങ്ങൾ തിന്നുകയും വരെ ചെയ്തു. കൂടെയുണ്ടായിരുന്ന നായ്ക്കളെയും അത് കൊന്നു തിന്നു. സെർജിയെ കാണാനില്ലെന്നറിഞ്ഞ് ബന്ധുക്കൾ എത്തിയപ്പോൾ ദൂരെ നിന്ന് ഈ ഭീകരമായ കാഴ്ച കണ്ട് അവർ പോലീസിനെ കാര്യം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി സുരക്ഷയ്ക്കായി ആ കരടിയെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. തുടർന്ന് അകത്ത് കയറി പരിശോധിച്ച അവർ സെർജിയുടെയും നായ്ക്കളുടെയും മൃതശരീരങ്ങളാണ് കണ്ടത്. വന്യമൃഗങ്ങളെ എത്ര ലാളിച്ചു വളർത്തിയാലും അവയുടെ ഉള്ളിലെ വൈൽഡ് ബിഹേവിയർ ഒരിക്കലും ഇല്ലാതാകില്ല എന്നതിൻ്റെ തെളിവായിരുന്നു ഈ സംഭവം. അടുത്തത് പോൾ മക്ഡൊണാൾഡിന്റെ സംഭവമാണ്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലുള്ള മോയ്ഹോ എന്ന ടൗണിലാണ് ഈ ഇൻസിഡന്റ് നടക്കുന്നത്. 46 വയസ്സുകാരനായ പോൾ പതിവ് പോലെ തൻ്റെ ഫാമിലെ മൃഗങ്ങൾക്ക് തീറ്റ നൽകാൻ ഇറങ്ങിയതാണ്. പോൾ ഒരു കർഷകനും തൻ്റെ ഭാര്യ മാൻഡിക്കും മകൻ ഈദനും വലിയൊരു തണലുമായിരുന്നു. അവരുടെ ഫാമിൽ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മൃഗമുണ്ടായിരുന്നു. അതായിരുന്നു ഒരു വലിയ വളർത്തുമൃഗമായ മാൻ അഥവാ സ്റ്റാഗ്. 6 വർഷമായി പോൾ ഇതിനെ വളർത്തുകയായിരുന്നു. വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് അവർ അതിനെ കണ്ടിരുന്നത്. വലിയ കൊമ്പുകളുള്ള മാനായിരുന്നു അത്. എന്നാൽ 2019 ഏപ്രിൽ 17 രാവിലെ ആ സന്തോഷമുള്ള കുടുംബം തകർന്നു പോവുകയായിരുന്നു. അതായത് വീട്ടിനുള്ളിലായിരുന്ന മാൻഡിയും ഈദനും പെട്ടെന്ന് പുറത്തുനിന്ന് വലിയ നിലവിളിയും ബഹളവും കേട്ട് പുറത്തേക്ക് വന്നപ്പോൾ കണ്ടത് പോൾ തറയിൽ വീണുകിടക്കുകയും 6 വർഷമായി അവർ വളർത്തുന്ന അതേ മാൻ പോളിനെ ക്രൂരമായി ആക്രമിക്കുന്നതുമാണ്. മാൻഡി നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്കോടി. മാൻ അതിൻ്റെ കൊമ്പുകൾ കൊണ്ടും കാലുകൾ കൊണ്ടും പോളിനെ ഇടതടവില്ലാതെ ആക്രമിക്കുകയായിരുന്നു. പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും മാനിൻ്റെ ശക്തിക്ക് മുൻപിൽ അതിന് കഴിഞ്ഞില്ല. മരണഭയമുണ്ടായിട്ടും മാൻഡി തളർന്നില്ല. ആവുന്നത്ര ഉച്ചത്തിൽ നിലവിളിച്ച് മാനിൻ്റെ ശ്രദ്ധ തൻ്റെ നേരെ തിരിക്കാൻ ശ്രമിച്ചു. ഒരു നിമിഷം മാനിൻ്റെ ശ്രദ്ധ തെറ്റിയപ്പോൾ പോൾ തറയിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കി. എന്നാൽ ആ സമയം വളരെ കുറവായിരുന്നു. പെട്ടെന്ന് മാൻ കൂടുതൽ ദേഷ്യത്തോടെ മാൻഡിയുടെ നേരെ പാഞ്ഞെടുത്തു. മാനിൻ്റെ കുളമ്പും കൊമ്പും കൊണ്ട് അവൾക്ക് വലിയ പരിക്കേറ്റു. മാൻഡി ഏതാണ്ട് വീണുപോയെങ്കിലും അവൾ വിട്ടുകൊടുത്തില്ല. താൻ തോറ്റുപോയാൽ കുടുംബം ഇല്ലാതാകുമെന്ന് അവൾക്കറിയാമായിരുന്നു. അപ്പോഴാണ് ഈദൻ ഓടി വന്നത്. അവൻ്റെ കയ്യിൽ ഒരു വലിയ മരക്കഷ്ണമുണ്ടായിരുന്നു. പേടിയൊന്നുമില്ലാതെ മാതാപിതാക്കളെ രക്ഷിക്കാൻ അവൻ മുന്നോട്ട് വന്നു. ഈദൻ തൻ്റെ സർവ്വശക്തിയും എടുത്ത് മാനിൻ്റെ തലയിൽ 2 തവണ അടിച്ചു. മാൻ പിന്നീട് ഭയന്ന് മരങ്ങൾക്കിടയിലേക്ക് ഓടിപ്പോയി. വേദന കൊണ്ട് തളർന്ന മാൻഡി അവിടെ വീണു പോവുകയായിരുന്നു. ഈദൻ അവളെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ ഇരുവരും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പോളിൻ്റെ അടുത്തേക്കോടി. മാൻഡി ഉടനെ സഹായിക്കാൻ നോക്കിയെങ്കിലും
പോൾ മരിച്ചുവെന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തകർ എത്തിയിരുന്നു. അല്പം ദൂരെ ആ മാൻ വീണ്ടും ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നത് അവർക്ക് കാണാമായിരുന്നു. പ്രജനന കാലമായതിനാൽ അഥവാ മെയ്റ്റിംഗ് സീസൺ ആയതിനാൽ ഈ സമയത്ത് ഇത്തരം മൃഗങ്ങൾ നല്ല ദേഷ്യത്തിലായിരിക്കും. എന്നാൽ മാൻ ആക്രമിക്കാൻ വന്നതോടെ പോലീസിന് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. പലപ്പോഴും നമ്മുടെ നാടുകളിൽ ആനകൾ ഇടയാറുള്ളതും ഇതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ടാണ്. അടുത്തത് അമാൻഡ റൂത്ത് ബ്ലാക്കിന് സംഭവിച്ച ഒരു ദാരുണമായ സംഭവമാണ്. 2008 ഒക്ടോബർ 21 വിർജീനിയയിലാണ് സംഭവം നടക്കുന്നത്. അവിടെ താമസിച്ചിരുന്ന 25 വയസ്സുകാരിയായിരുന്നു അമാൻഡ. പുള്ളിക്കാരി പാമ്പുകളെക്കുറിച്ച് നല്ല അറിവുള്ളവരായിരുന്നു. അവൾ ഒരു പെറ്റ് ഷോപ്പിൽ ജോലി ചെയ്യുകയും വീട്ടിൽ പലതരം പാമ്പുകളെ വളർത്തുകയും ചെയ്തിരുന്നു. പല പാമ്പുകളും കൂട്ടത്തിലുണ്ടായിരുന്നുവെങ്കിലും ഡയാബ്ലോ എന്ന 13 അടി നീളമുള്ള പൈത്തണായിരുന്നു അവളുടെ ഫേവറേറ്റ്. കുട്ടിക്കാലം മുതലേ പാമ്പുകളെ ഇഷ്ടപ്പെട്ടിരുന്ന അമാൻഡയ്ക്ക് തൻ്റെ പാമ്പുകൾ തന്നെ ഉപദ്രവിക്കില്ലെന്ന് വലിയ ഉറപ്പായിരുന്നു. അവളുടെ വീട് ഒരു കുഞ്ഞ് പാമ്പ് വളർത്തൽ കേന്ദ്രം പോലെയായിരുന്നു. എന്നാൽ ആ ഉറപ്പാണ് ഒടുവിൽ അപകടമായത്. അന്ന് ഡയാബ്ലോയ്ക്ക് മരുന്ന് നൽകണമായിരുന്നു. സാധാരണയായി ഭർത്താവിനൊപ്പമാണ് അവൾ അത് ചെയ്തിരുന്നത്. എന്നാൽ അന്ന് അവൾ ഒറ്റയ്ക്കായിരുന്നു. അവൾ കൂട് തുറന്ന് പാമ്പിനെ പുറത്തെടുത്ത് മരുന്ന് നൽകാൻ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്നുണ്ടായ എന്തോ ഒരു ചലനം പാമ്പിന്റെ ഉള്ളിലെ വേട്ടക്കാരനെ ഉണർത്തി. ഒരു നിമിഷം കൊണ്ട് അത് അമാൻഡയുടെ മേൽ ആഞ്ഞുപിടിച്ചു. ഇത്തരം പാമ്പുകൾ ശ്വാസം മുട്ടിച്ചാണ് ഇരയെ കൊല്ലാറുള്ളത്. അമാൻഡ രക്ഷപ്പെടാൻ നോക്കുന്തോറും പാമ്പ് കൂടുതൽ മുറുക്കിക്കൊണ്ടിരുന്നു. ശ്വാസം കിട്ടാതെ അവൾ തളർന്നു വീണു. മിനിറ്റുകൾക്കുള്ളിൽ അമാൻഡ മരണപ്പെടുകയായിരുന്നു. ഭർത്താവ് രാത്രി വീട്ടിലെത്തിയപ്പോൾ കണ്ടത് തറയിൽ മരിച്ചു കിടക്കുന്ന അമാൻഡയെയാണ്. ശ്വാസം മുട്ടിയാണ് മരണം സംഭവിച്ചതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പിന്നീട് പാമ്പിനെ പിടികൂടുകയും ഭർത്താവിന്റെ ആവശ്യപ്രകാരം അതിനി ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി അതിനെ കൊന്നുകളയുകയും ചെയ്യുകയായിരുന്നു. ലോകത്ത് മനുഷ്യരെ കൊലപ്പെടുത്തിയിട്ടുള്ള പക്ഷിയാണ് കസോവരി. ഒട്ടകപ്പക്ഷിയുടെ ബന്ധുവായ വലിപ്പത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനത്തുള്ള ഇവ ക്യൂൻസ്ലാൻഡ്, ഓസ്ട്രേലിയ, പപ്പുവ ന്യൂഗിനിയ എന്നീ രാജ്യങ്ങളിലാണ് സാധാരണയായി കണ്ടുവരുന്നത്. കറുത്ത കട്ടികൂടിയ തൂവലുകൾ ശരീരമാകെ മൂടിയിട്ടുള്ള കസോവരിക്ക് അല്പദൂരം പോലും പറക്കാനാവില്ല. തല ഉയർത്തിപ്പിടിച്ചാൽ 6 അടി വരെ ഉയരവും 60 കിലോയിലധികം ഭാരവുമുള്ള ഈ പക്ഷികളെ ലോകത്തെ ഏറ്റവും അപകടകാരികളായ പക്ഷികളായാണ് കണക്കാക്കുന്നത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ഇവയ്ക്ക് ഓടാൻ സാധിക്കുന്നതിനാൽ തന്നെ സാധാരണ മനുഷ്യർക്ക് ഇവയുടെ ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാനും സാധിക്കില്ല. ഇത്രയും അപകടകാരികളായ പക്ഷികളെ വളർത്തിയ ഒരു വ്യക്തിയായിരുന്നു മാർവിൻ ഹജോസ് എന്ന ടെക്സാസിലെ ഒരു വ്യക്തി. അങ്ങനെ ഒരു ദിവസം തൻ്റെ മൃഗശാലയിലുള്ള കസോവരികൾക്ക് തീറ്റ കൊടുക്കുന്നതിനിടെ അവയുടെ കൂട്ടിലേക്ക് അദ്ദേഹം അറിയാതെ വീണുപോവുകയായിരുന്നു. പെട്ടെന്ന് തന്നെ തൻ്റെ കൂട്ടിലേക്ക് എന്തോ എത്തിയത് കണ്ട കസോവരികളുടെ ഡിഫെൻസീവ് സിസ്റ്റം ആക്റ്റീവ് ആവുകയും മാർവിൻ ഹാജോസിനെ തൻ്റെ ശത്രുവാണെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തെ കസോവരികൾ ആക്രമിക്കുകയുമായിരുന്നു. എങ്കിലും അദ്ദേഹം ഏറെ കഷ്ടപ്പെട്ട് തന്നെ രക്ഷിക്കണമെന്ന് പറയാനായി പോലീസിനെ വിളിച്ചെങ്കിലും അവർ എത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. അമേരിക്കയിലെ ഡെലാവെയർ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു റൊണാൾഡ് ഹഫ് എന്ന വ്യക്തി. അദ്ദേഹത്തിന് ഉടുമ്പുകളെയൊക്കെ പെറ്റായി വളർത്തുന്ന ശീലമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഉടുമ്പുകൾ സാധാരണ 8 അടി നീളത്തിലൊക്കെ വളരുകയും വളരെ അപകടകാരികളുമാണ് എന്നതാണ് സത്യം. എന്നാൽ റൊണാൾഡിന്റെ ഈ ഹോബിയെ അദ്ദേഹത്തിന്റെ ഫാമിലിയും സുഹൃത്തുക്കളും വളരെ ഭയത്തോടെയായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ അതൊന്നും റൊണാൾഡ് വകവെച്ചിരുന്നില്ല. അങ്ങനെ കുറച്ചു ദിവസം റൊണാൾഡിനെ അദ്ദേഹത്തിന്റെ അയൽവാസികളും ഫാമിലിയും ഒന്നും കാണാതായതിനെ തുടർന്ന് അവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. എന്നാൽ വീട്ടിലെത്തിയ പോലീസ് കണ്ടത് അതിഭയാനകമായ ദൃശ്യങ്ങളായിരുന്നു. അതായത് റൊണാൾഡ് നിലത്ത് മരിച്ചു കിടക്കുകയും അദ്ദേഹത്തിന്റെ ശരീരം ഉടുമ്പുകൾ ഭക്ഷണമാക്കുന്നതായിരുന്നു അവർ കണ്ടത്. എന്നാൽ റൊണാൾഡ് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പെട്ടെന്ന് മരണപ്പെടുകയും മരണപ്പെട്ട റൊണാൾഡിനെ ഭക്ഷണം കിട്ടാതെ വിശന്നു വലഞ്ഞ ഉടുമ്പുകൾ ഭക്ഷണമാക്കുകയും ചെയ്തിരിക്കാമെന്നാണ് നിഗമനം. അതിനു മുൻപായി നമ്മുടെ വീഡിയോകൾ കാണുന്ന 90% ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. സോ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സുകൾ ഇഷ്ടമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അത് നിങ്ങൾ എനിക്ക് തരുന്ന വലിയ സപ്പോർട്ടായിരിക്കും. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും ഭയപ്പെടുത്തിയ സംഭവം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.